നമസ്കാരം. നമ്മൾ ഇന്ന് പറയുന്നത് കർണന്റെ കഥയാണ്. നമ്മുടെ കൊല്ലത്ത് കർണന്റെ പേരിൽ ഒരു ക്ഷേത്രമുണ്ട്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ കല്ലുമൺ മലനട കർണ ക്ഷേത്രം. എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഇതിഹാസ നായകനാണ് കർണൻ. കാരണം കവചകുണ്ടലങ്ങളുമായി ജനിച്ച മഹാക്ഷത്രിയനായിരുന്നു സൂര്യപുത്രനായ കർണൻ. പക്ഷേ സൂതപുത്രനായി വളരാനായിരുന്നു കർണന്റെ ഗതി. പാണ്ഡവ ജ്യേഷ്ഠനായിരുന്നിട്ടും കൗരവപക്ഷം തീർന്ന് സഹോദരങ്ങൾക്കെതിരെ യുദ്ധം നയിക്കേണ്ടി വന്ന ഭാഗ്യദൂഷി. രാജകുമാരനായിരുന്നിട്ടും അംഗരാജ്യ പദവി ദാനമായി വാങ്ങേണ്ടി വന്നവൻ. മഹാരഥിയായിരുന്നിട്ടും അർദ്ധരഥിയായി മുദ്രകുത്തപ്പെട്ടവൻ. ത്യാഗവും ആത്മധൈര്യവും ആദർശശുദ്ധിയും ഉണ്ടായിരുന്നിട്ടും വഴിയിലിരുന്ന നിർമാല്യം പോലെ ചവിട്ടി മെതിക്കപ്പെട്ടവൻ. ആപത്തിലൊപ്പം നിന്നവന് വേണ്ടി ജീവൻ കൊടുത്തവൻ. മഹാഭാരത കഥയിൽ എന്നും മുന്നിൽ നിൽക്കുന്നത് കർണന്റെ ധർമ്മവും ദാനവും നീതിയും തന്നെയാണ്. നമുക്കിന്ന് പരിചയപ്പെടാം കർണൻ. കർണൻ ഇതിഹാസങ്ങളിലെ ഏറ്റവും മഹാനായ ധീരന്മാരിൽ ഒരാൾ. യുദ്ധവീര്യം കൊണ്ടും ദാനശീലം കൊണ്ടും ഇന്നും മനുഷ്യഹൃദയങ്ങളെ കീഴടക്കുന്ന മഹാഭാരതത്തിലെ അഭിമാന നായകൻ. ജന്മം മുതൽ ശാപങ്ങളും ചതികളും അപമാനങ്ങളും മാത്രം ഏറ്റുവാങ്ങിയ മനുഷ്യൻ. പക്ഷേ അവസാന നിമിഷം വരെ സൗഹൃദത്തിനു വേണ്ടി ജീവൻ പോലും ത്യജിച്ച ധീരൻ. ഇന്ന് നമുക്ക് പരിചയപ്പെടാം കർണനെ. കർണന്റെ പേരിലുള്ള ഒരു പ്രധാന ക്ഷേത്രം നമ്മുടെ കൊല്ലത്തുണ്ട്. മഹാഭാരതത്തിലെ കർണനെ പ്രധാന മൂർത്തിയായി ആരാധിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 3 ആൽത്തറകളിലായി ജൈവരീതിയിലുള്ള അനുഷ്ഠാനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കള്ളും പുകയിലയും പട്ടും കോഴിയും ആടും ഉൾപ്പെടെ വഴിപാടുകളായും സമർപ്പിക്കുന്നു. ധർമ്മത്തിനും സൗഹൃദത്തിനും പേരുകേട്ട കർണന്റെ അനുഗ്രഹം തേടി ഇന്നും ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത്. ആരാണ് കർണൻ? ദുർവാസാവ് മഹർഷി ഒരിക്കൽ കുന്തിഭോജന്റെ അരമുനയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം യുവതിയായ കുന്തിക്കായിരുന്നു. ദിവസങ്ങളോളം പരാതിയില്ലാതെ സേവിച്ച കുന്തിയുടെ ഭക്തിയിലും ക്ഷമയിലും സന്തുഷ്ടനായ ദുർവാസാവ് ദേവന്മാരെ പോലും വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഒരത്ഭുത മന്ത്രം അവൾക്ക് വരമായി നൽകി. ഏത് ദേവനെയും വിളിച്ചാൽ അവർ പ്രത്യക്ഷപ്പെട്ട് പുത്രവരം നൽകും എന്നതായിരുന്നു ആ വരം. ഒരു കൗതുകത്തിൽ കുന്തി സൂര്യദേവനെ വിളിച്ചു. സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു. ഭയന്നുപോയ കുന്തി താൻ കന്യകയാണെന്ന് പറഞ്ഞ് പിന്തിരിയാൻ അപേക്ഷിച്ചെങ്കിലും ദേവനെ വിളിച്ചു വരുത്തി വെറുതെ മടക്കി അയക്കുന്നത് ശാപത്തിന് കാരണമാകുമെന്ന് സൂര്യൻ അറിയിച്ചു. അങ്ങനെ സൂര്യദേവന്റെ അനുഗ്രഹത്തിൽ കുന്തിക്കൊരു കുഞ്ഞ് ജനിച്ചു. ജനിച്ച നിമിഷം മുതൽ കവചവും കുണ്ടലവും ധരിച്ചിരുന്ന ഒരത്ഭുത ശിശു. പക്ഷേ ലോകഭയം കുന്തിയെ കീഴടക്കി. അവർ ആ കുഞ്ഞിനെ ഒരു ചെറിയ പെട്ടിയിൽ വെച്ച് ഗംഗയിലൂടെ ഒഴുക്കി വിട്ടു. ആ കുഞ്ഞിനെ രക്ഷിച്ചത് ഹസ്തിനപുരിയിലെ തേരാളിയായ അതിരഥനും ഭാര്യ രാധയുമായിരുന്നു. അവർ അവനെ സ്വന്തം മകനായി വളർത്തി. അങ്ങനെ അവൻ രാധേയനായി. പിന്നീട് ലോകം വിറപ്പിച്ച കർണനായി. കുട്ടിക്കാലം മുതൽ കർണൻ ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ലോകത്തിലെ ഏറ്റവും വലിയ ധനുർധരനാകണം. അതിനുവേണ്ടി ആദ്യം കൗരവ പാണ്ഡവരുടെ ഗുരുവായ ദ്രോണരെ സമീപിച്ചു. പക്ഷേ സൂതപുത്രൻ എന്ന പേരിൽ അദ്ദേഹം കർണനെ അപമാനിച്ച് തിരിച്ചയച്ചു. ആ അപമാനം കർണന്റെ ഉള്ളിൽ തീയായി കത്തിക്കൊണ്ടിരുന്നു. ക്ഷത്രിയനല്ലെന്ന കാരണത്താൽ തന്നെ നിരസിച്ച ലോകത്തോട് തൻ്റെ കഴിവ് തെളിയിക്കണമെന്ന വാശി കർണനിൽ വളർന്നു. ഒടുവിൽ ബ്രാഹ്മണ വേഷത്തിൽ പരശുരാമനെ സമീപിച്ച കർണൻ അവിടെയാണ് മഹത്തായ ആയുധവിദ്യകൾ അഭ്യസിച്ചത്. പരശുരാമൻ കർണനെ സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ചു. പക്ഷേ ഒരു ദിവസം ഗുരു പരശുരാമൻ കർണന്റെ മടിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു വിഷവണ്ട് കർണന്റെ തുടയിൽ ആഴത്തിൽ കടിച്ചു. രക്തം ഒഴുകിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഗുരുവിൻ്റെ ഉറക്കം മുറിയാതിരിക്കുന്നതായി കർണൻ വേദന സഹിച്ചു. എങ്കിലും തുടയിൽ നിന്നും ഒഴുകിയ രക്തം പരശുരാമന്റെ ശരീരത്തിൽ സ്പർശിച്ചു. ഞെട്ടിയുണർന്ന പരശുരാമൻ ഇത്രയും വേദന സഹിക്കാൻ ഒരു ബ്രാഹ്മണനാകില്ലെന്ന് മനസ്സിലാക്കി. തന്നെ വഞ്ചിച്ചതിൽ കോപിതനായ അദ്ദേഹം കർണനെ ശപിച്ചു. നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് പഠിച്ച വിദ്യകൾ നീ മറന്നുപോകും. ആ ശാപം പിന്നീട് കർണന്റെ ജീവിതം തകർത്ത ഏറ്റവും വലിയ വിധിയായി മാറി. കാലം കടന്നുപോയി. കൗരവ പാണ്ഡവരുടെ ആയുധ പ്രകടന ദിവസം. അർജുനൻ അത്ഭുതകരമായ പ്രകടനം നടത്തി എല്ലാവരുടെയും പ്രശംസ നേടി. അപ്പോഴാണ് സദസ്സിൽ ഇടിമുഴക്കമെന്ന പോലെ ഒരു ശബ്ദം ഉയർന്നത്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. സ്വർണ്ണ കവചം ധരിച്ച തീ പോലെ തിളങ്ങുന്നൊരു യുവാവ് അകത്തേക്ക് നടന്നു വന്നു. അത് കർണനായിരുന്നു. അർജുനൻ ചെയ്ത എല്ലാ പ്രകടനങ്ങളും അതിലും മികച്ച രീതിയിൽ കർണൻ ചെയ്തു കാണിച്ചു. ഒടുവിൽ അർജുനനോട് യുദ്ധത്തിന് തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് കേട്ട് സദസ്സാകെ കൈയടിച്ചു. പക്ഷേ ഉടൻ ഒരു ചോദ്യമുയർന്നു: നിന്റെ കുലം എന്താണ്? ക്ഷത്രിയനല്ലാത്തതിനാൽ അർജുനനോട് യുദ്ധം ചെയ്യാൻ അർഹതയില്ലെന്ന് കൃപർ പ്രഖ്യാപിച്ചു.
സദസ്സിന് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന കർണനെ കണ്ടപ്പോൾ കൗരവ യുവരാജാവ് ദുര്യോധനൻ എഴുന്നേറ്റു. പോരാളിക്ക് കുലവും ഗോത്രവും പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കർണനെ ചേർത്തു നിർത്തി അദ്ദേഹത്തെ അംഗരാജ്യത്തിൻ്റെ രാജാവായി പ്രഖ്യാപിച്ചു. ആ നിമിഷം മുതൽ കർണന്റെ ജീവിതം ദുര്യോധനനോട് ചേർന്നു നിന്നു. ലോകം മുഴുവൻ അവമാനിച്ചപ്പോൾ കൈപിടിച്ചത് ദുര്യോധനനായിരുന്നു. അതുകൊണ്ട് ജീവിതാവസാനം വരെ ആ സൗഹൃദം കർണൻ ഉപേക്ഷിച്ചില്ല. കാലം കഴിഞ്ഞപ്പോൾ കർണൻ ലോകം കീഴടക്കുന്ന മഹാവീരനായി മാറി. പല രാജ്യങ്ങളെയും തോൽപ്പിച്ച് ദിഗ്വിജയം നടത്തി. പക്ഷേ വിധി വീണ്ടും അദ്ദേഹത്തെ പിന്തുടർന്നു. കുരുക്ഷേത്ര യുദ്ധമെടുത്തപ്പോൾ ഇന്ദ്രന് ഭയം തോന്നി. കവചകുണ്ടലങ്ങൾ ഉള്ളിടത്തോളം കർണനെ ആർക്കും കൊല്ലാൻ കഴിയില്ല. തൻ്റെ പുത്രൻ അർജുനന്റെ ജീവന് കർണൻ ഒരു ഭീഷണിയാണ്. അതിനാൽ ബ്രാഹ്മണ വേഷത്തിൽ ഇന്ദ്രൻ കർണന്റെ അടുത്തെത്തി ദാനം ചോദിച്ചു. ഇത് ചതിയാണെന്ന് സൂര്യദേവൻ മുന്നറിയിപ്പ് നൽകിയിട്ടും കർണൻ തൻ്റെ വാക്ക് തെറ്റിച്ചില്ല. എൻ്റെ മുന്നിൽ വന്ന് ആരെങ്കിലും ദാനം ചോദിച്ചാൽ ഞാൻ കൊടുക്കും, അദ്ദേഹം തൻ്റെ പിതാവിനോട് പറഞ്ഞു. അങ്ങനെ സ്വന്തം ശരീരത്തിൽ നിന്നും കവചവും കുണ്ടലവും മുറിച്ചു നൽകി. രക്തം വാർന്നുകൊണ്ടിരുന്നെങ്കിലും കർണന്റെ മുഖത്ത് സംതൃപ്തിയായിരുന്നു. അവൻ്റെ ദാനശീലം കണ്ട് ദേവന്മാർ പോലും വിറച്ചു. അതിനു പകരം ഇന്ദ്രൻ ഏകപുരുഷഘാതിനി എന്ന ദിവ്യായുധം കർണന് നൽകി. പക്ഷേ അതൊരിക്കൽ മാത്രമേ ഉപയോഗിക്കാനാകുമായിരുന്നുള്ളൂ. യുദ്ധത്തിനു മുമ്പ് കുന്തി കർണനെ വന്ന് കണ്ടു. അപ്പോൾ ജീവിതം മുഴുവൻ തേടിയ ആ സത്യം അദ്ദേഹം അറിഞ്ഞു. നീ എൻ്റെ മൂത്ത പുത്രനാണ്, പാണ്ഡവരുടെ ജ്യേഷ്ഠൻ. കർണൻ നിശബ്ദനായി. അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അമ്മേ, ജീവിതം മുഴുവൻ ഞാൻ അവമാനിക്കപ്പെട്ടപ്പോഴും എൻ്റെ കൂടെ നിന്നത് ദുര്യോധനാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഞാൻ അദ്ദേഹത്തെ കൈവിടില്ല. കുന്തി കരഞ്ഞുകൊണ്ടൊരു അപേക്ഷ മാത്രം നടത്തി. എൻ്റെ മകൻ ദാനശീലനാണല്ലോ. ഈ അമ്മ നിന്നോട് ഭിക്ഷ യാചിക്കുകയാണ്. എൻ്റെ 5 മക്കളെയും രക്ഷിക്കണം. അപ്പോൾ കർണന്റെ മറുപടി, എപ്പോഴും നിങ്ങൾക്ക് 5 മക്കളുണ്ടാകും. അർജുനനോ ഞാനോ ഒരാൾ മാത്രം മരിക്കും. കഥകളെല്ലാം അറിയാമായിരുന്ന കൃഷ്ണനും കർണനെ പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിച്ചു. രാജ്യം വരെ വാഗ്ദാനം ചെയ്തു. പക്ഷേ കർണന്റെ മറുപടി ഇതായിരുന്നു, ആപത്തിൽ കൈപിടിച്ച സുഹൃത്തിനെ ഞാൻ വഞ്ചിക്കില്ല. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ചു. 17-ാം ദിവസം കർണനും അർജുനനും നേർക്കുനേർ. ഭൂമി പോലും വിറച്ച യുദ്ധം. കർണന്റെ നാഗാസ്ത്രം അർജുനൻ ലക്ഷ്യമാക്കി പാഞ്ഞു. അവസാന നിമിഷം കൃഷ്ണൻ തേർ താഴ്ത്തിയതിനാലാണ് അർജുനൻ രക്ഷപ്പെട്ടത്. യുദ്ധത്തിനിടെ കർണന്റെ തേർചക്രം മണ്ണിൽ താഴ്ന്നു. ഈ സമയം രഥമുയർത്താൻ ശ്രമിച്ചുകൊണ്ട് കർണൻ പറഞ്ഞു, അല്പം കാത്തിരിക്കെ, ധർമ്മം പാലിക്കെ. പക്ഷേ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ ആഞ്ജലികാസ്ത്രം പ്രയോഗിച്ചു. ആ ധീരൻ നിലത്തു വീണു. മരിക്കുന്നതിനു മുമ്പ് കർണൻ കൃഷ്ണനോട് ചോദിച്ചതായി പറയപ്പെടുന്നു, കൃഷ്ണ, ഇപ്പോഴും എൻ്റെ കഴിവിന് അംഗീകാരം ലഭിക്കില്ലേ? അപ്പോൾ കൃഷ്ണന്റെ മറുപടി, കർണ, നിന്റെ കവചകുണ്ടലങ്ങൾ ചതിയിലൂടെ എടുത്തു, നിന്റെ തേർ മണ്ണിൽ താഴ്ത്തി, നിന്റെ ശാപങ്ങളെല്ലാം ഫലിച്ച സമയത്താണ് നിന്നെ ഞങ്ങൾ വീഴ്ത്തിയത്. ഇതിനേക്കാൾ വലിയ അംഗീകാരം നിനക്ക് വേറെ എന്താണ് വേണ്ടത്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധീരൻ നീ തന്നെയാണ് കർണ. അങ്ങനെ അവസാനിച്ചു മഹാഭാരതത്തിലെ ഏറ്റവും ദുഃഖകരമായ ജീവിതം. ജന്മത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവൻ, ജീവിതം മുഴുവൻ അവമാനിക്കപ്പെട്ടവൻ, പക്ഷേ വാക്ക് തെറ്റിക്കാത്തവൻ. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പുതിയ തലമുറ കർണനെ സ്നേഹിക്കുന്നു. കാരണം ചില കഥാപാത്രങ്ങൾ കഥകളിൽ മാത്രം അവസാനിക്കില്ല, അവർ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. കഥകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകൾ.